ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പോത്തുംകാൽ ഉണ്ടാക്കാം. വെറൈറ്റി ഇരിക്കട്ടേന്നേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവോള നല്ലപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ വഴറ്റാൻ ഇച്ചിരിയും കൂടെ ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 5-6 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് ആദ്യം മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടു. പിന്നെ മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഈ പൊടികളുടെ അളവൊക്കെ എൻ്റെ അളവാണ്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിടുക. ആദ്യം ഞാൻ കുക്കറിലോട്ട് എല്ല് വെച്ചപ്പോഴേ കുടുങ്ങിപ്പോയി. ആ ഒരു എല്ല് അവിടെ തടഞ്ഞു നിന്നുപോയി. പിന്നെ ഞാനത് തിരിച്ചെടുത്ത് അനിയനെ വിളിച്ചിട്ട് ആ എല്ലിൻ്റെ ഒരു കഷ്ണമൊക്കെ മുറിച്ച് കളഞ്ഞു. ഇനിയാണ് അടുത്ത ടാസ്ക്. ആ മസാല എങ്ങനെയും കാലേ മൊത്തം എത്തിക്കണം. അങ്ങനെ ഞാൻ ആ തവി വെച്ചിട്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തിച്ച് നല്ലപോലെ ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു 4 കപ്പ് വെള്ളം ഒഴിക്കുന്നത്. 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ അതിനെ ഒന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ മസാല ഏകദേശം എല്ലായിടത്തും എത്തിച്ചു. ഇനി ഇതൊരു 2 മണിക്കൂർ അങ്ങനെ ഇരിക്കണം. ഹലോ, പോത്തുംകാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിന് ചെറിയൊരു ഡാമേജ്, കുറേ സമയം എടുത്തു പോയത്. ഇവനൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു. അങ്ങനെ 2.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം പോത്തുംകാല് റെഡി. നല്ല ചൂടുണ്ടായിരുന്നു, എന്നാലും മജ്ജ കൊട്ടിയെടുക്കുന്ന സെക്ഷൻ കാണാം. പോത്തുംകാല് 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ മജ്ജ ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഇത് അറപ്പാന്നും പറഞ്ഞ് അമ്മ കഴിച്ചേ ഇല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.